ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം വരാനായിട്ട് യൂണിവേഴ്സ് എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ആ ഒരു യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് മെസ്സേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി പരക്കം പായുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവാം. ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന തെറ്റിപ്പോകുന്നുണ്ടാവാം. ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. ആകെ വെപ്രാളപ്പെട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ചില നിങ്ങളുടെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ലൈഫിൽ എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തെറ്റായി പോയിട്ടുണ്ടാവാം, മണ്ടത്തരമായി പോയി എന്ന് പിന്നീട് നിങ്ങൾക്ക് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അതായത് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളൊരു ആവേശമുണ്ട്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് അറിയില്ല. ആകെ മൊത്തം ഒരു വെപ്രാളം പിടിച്ചൊരവസ്ഥ. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെയധികം മാനസികമായിട്ട് ഒരു സമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അത് മണ്ടത്തരമായി പോകാനോ പാളിപ്പോകാനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഒരു ക്ഷമയില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു പേഷ്യൻസ് എനർജി കിട്ടാത്ത വ്യക്തികളുടെ ഒരു സ്പ്രെഡ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിലും ഏസ് ഓഫ് കപ്സ്, ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ അത്രയും നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അത് കിട്ടാനുള്ള ഒരു ഓട്ടപ്പാച്ചൽ, അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന വഴികൾ മുഴുവൻ ഇതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം, എപ്പോഴും ഈ ഒരു പേഴ്സണെ തന്നെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും മുടക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി തേർഡ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊഴിഞ്ഞു പോകാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ പൈസ നഷ്ടപ്പെടുത്തുന്നുണ്ടാവാം, ആരെയും ചിലപ്പോൾ അന്ധമായിട്ട് വിശ്വസിച്ച് പോകുന്നുണ്ടാവാം. അതായത് ആകെ മൊത്തം പാനിക്കായിട്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ശരിയെന്ന് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തെറ്റായിട്ട് തോന്നും. അതായത് പല കാര്യത്തിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താനായിട്ട് കഴിയുന്നില്ല. നമുക്കിപ്പോൾ ശരിയാണെന്ന് തോന്നിയ ഒരു കാര്യം 2 ദിവസം കഴിയുമ്പോൾ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഒരു ഡിസിഷൻ ശരിയല്ല, അല്ലെങ്കിൽ നമ്മളുടെ നിഗമനം ശരിയല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ മാനസികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രാപ്പിനകത്ത് പെട്ടിരിക്കുന്നത് പോലെയുള്ളൊരവസ്ഥയാണ്. നിങ്ങളുടെ ചിന്താഗതികൾ കൊണ്ടും, അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊരിപ്പോരാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഊരിപ്പോരാനുള്ള അവസരങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ നിങ്ങൾ സറണ്ടറായി പോകുന്നു. മറ്റൊരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിലിരുന്ന് ആരെങ്കിലും പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഉൾവിളി തോന്നുന്നുണ്ടാവാം, ഇത്രയും ഞാൻ ഇതിനകത്ത് അഡിക്റ്റ് ആവാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ എങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പോൾ ഒരു മൂമെൻറ്റ് നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മൂമെൻറ്റ് നിങ്ങളുടെ ചിന്താഗതി മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിനകത്ത് സ്റ്റക്കായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്ന ചില പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചില്ല. നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടാവേണ്ടെന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾ സ്വീകരിക്കാതെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സ്റ്റക്കായിരുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പലർക്കും ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും മേഖലയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മാറ്റം ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത് മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള എന്തൊക്കെയോ ഒരു ഓപ്പർച്യൂണിറ്റി കയറി വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഇപ്പോഴും ഒരു ഉറച്ച മനസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഒരു സ്പ്രെഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിസിഷൻ എനർജിയിലാണ് വന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് തീരുമാനത്തിൽ എത്താൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്നൊരവസ്ഥ, മാനസിക സമ്മർദ്ദം.
അല്ലാന്നുണ്ടെങ്കിൽ കയ്യാല പുറത്തെ തേങ്ങ പോലെ എന്ന് പറയുന്ന പോലെയുള്ള ഒരു രീതിയിൽ മനസ്സായിരിക്കുന്നു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ആകെ ഒരു വെപ്രാളപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണിത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു സ്പ്രെഡ് തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളായിട്ട് എന്തെല്ലാമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്, ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥ തന്നെയാണോ അല്ലെങ്കിൽ ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇമോഷൻസ് വെച്ചിട്ടാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വികാരപരമായിട്ട് ചിന്തിക്കാതെ വിവേകത്തോടു കൂടി ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ആ ഒരു ലോജിക് ആൻഡ് റീസണിങ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഹൃദയം പറയുന്നതല്ല, നിങ്ങളുടെ ചിന്ത എന്ത് പറയുന്നു, നിങ്ങളുടെ യുക്തി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എന്താണോ നിങ്ങൾക്ക് ഫീഡ് ചെയ്ത് തരുന്നത്, ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇമോഷൻസിനകത്ത് ഒരുപാട് അടിപ്പെട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട മറ്റേതെങ്കിലും വ്യക്തികൾക്കായിക്കോട്ടെ, അവരുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലം വരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവരൊരു വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും അവരുടെ പാർട്ട്ണറെ കുറിച്ച് പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയേക്കാൾ നന്നായിട്ട് അത് ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതേ ഒരു അവസ്ഥ നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈ ഒരു ലോജിക്ക് അവിടെ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്കും ഇമോഷൻസിന് അടിപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളോ ഒക്കെ പറയുന്നുണ്ടാവും, ഇതത്ര നല്ലതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാലും നമ്മൾ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. കാരണം നമ്മളുടെ മനസ്സ് അത് അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും ആ ഒരു ഇമോഷൻസിന് പകരമായിട്ട് നിങ്ങളുടെ ആ ഒരു വിവേകത്തോടു കൂടി ചിന്തിക്കാനാണ് നമുക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു റെസ്റ്റിംഗ് എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഷ്യൻസിലേക്ക് മടങ്ങി വരാൻ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സമാധാനത്തോടു കൂടി നിങ്ങൾ പോകേണ്ടുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ തന്നെ ആ ഒരു നൈറ്റ് ഓഫ് സോട്ട്സിൻ്റെ എനർജി കിട്ടി, നിങ്ങൾ വളരെയധികം പരിഭ്രാന്തിപ്പെട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത് നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കേണ്ടതാണ്. അതായത് നമ്മൾക്കുള്ള ആ ഒരു ആങ്സൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതിയെ നമ്മൾ ഒഴിവാക്കിയിട്ട് വളരെ ഫ്രീ ആയിട്ട് ആ ഒരു സ്പിരിച്വലി കണക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടുന്ന ഒരു ടൈം പീരീഡും കൂടിയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ശക്തിയെ വിശ്വസിക്കുന്നു. ആ ഒരു ശക്തി ഏതോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മളുടെ മതവിശ്വാസം അനുസരിച്ചുള്ളതായിരിക്കാം, യൂണിവേഴ്സ് ആയിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ശക്തിയെ നമ്മളവിടെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളവിടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രിൻസിപ്പിളും കൂടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിട്ടുള്ള വിഷമതകൾ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ സംഭവിച്ച വിള്ളലുകളെല്ലാം ഒരു വലിയ നഷ്ടമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സമാധാനത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും യൂണിവേഴ്സ് ഇപ്പുറത്ത് കൂടി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും, ചിലപ്പോൾ നോ കോണ്ടാക്റ്റിൽ തീർത്തും പോയിട്ടുള്ളവരായിരിക്കും. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിലും എപ്പോഴും അടി, അല്ലെങ്കിൽ ആ ഒരു വഴക്കും ബഹളങ്ങൾ, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും, സ്വരച്ചേർച്ചയില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞ രണ്ടവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരുപോലെ തന്നെയാണ്. നമ്മളുടെ പാർട്ട്ണർ നമ്മളോടൊപ്പം ഉണ്ടായിട്ടും നമ്മളെപ്പോഴും അടി പിടിക്കുന്നു, ഇനി നമ്മുടെ പാർട്ട്ണർ നമ്മളുടെ കൂടെ ഇല്ല, മാറി നിൽക്കുന്നു, അപ്പോഴും വിഷമം തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റു ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അത് നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഫിസിക്കലായിട്ടാണെന്നുണ്ടെങ്കിലും അത് സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് മറ്റൊരു കാര്യത്തിലേക്ക് വേണ്ടുന്ന ഒരു ടൈം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോടൊപ്പം സന്തോഷിച്ച് പോയിരുന്ന ഒരുപാട് ഹാപ്പി മൂമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, ഫുൾ അതിനായിട്ട് നിങ്ങളുടെ ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്തൊരു ടൈം പീരീഡ് ഉണ്ടാവാം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു കാര്യത്തിനായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിനെ ഇപ്പോൾ നിങ്ങൾ അത്ര വേണ്ട ടേക്ക് കെയർ ചെയ്യാത്ത വ്യക്തികളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിനകത്ത് നിങ്ങൾ ചിലപ്പോൾ അത്രമേൽ ഫോക്കസ് ചെയ്യാതെ അവിടെ ആകെ തകർച്ചയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതായത് മറ്റേതോ ഒരു മേഖല നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്.
ഇപ്പോൾ ചില വ്യക്തികളുണ്ട്, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഫോക്കസും അതിനകത്തായിരിക്കും. അവർക്ക് അവിടെ ഒരു കരിയർ ഉണ്ടെന്നോ, ഇനിയിപ്പോൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്റ്റഡീസിനെ കുറിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിനെ കുറിച്ചോ, നമ്മളെ കാത്തിരിക്കുന്ന വേറെ വ്യക്തികളുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന വേറെ വ്യക്തികളുണ്ട്, അവർക്കായിട്ട് നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യണമെന്നോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ഒരു കാര്യത്തിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളൊരു ഡ്രീം വേൾഡിനകത്ത് നടക്കുക എന്ന് പറയുന്നത് പോലെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും പിന്നെ അവിടെ ആ ഒരു നേരത്തെ ഡ്രീം വേൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നീട് മുഴുവൻ ആങ്സൈറ്റിയിലേക്കും പോകും. അപ്പോഴും ഫോക്കസ് മുഴുവൻ പോകുന്നത് ഈ ഒരു സെയിം കാര്യത്തിൽ തന്നെയായിരിക്കും. അപ്പം നമ്മൾ ആ ഒരു എനർജിയിൽ തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പാത്തിലേക്ക് എന്തോ ഒരു മാറ്റം വരേണ്ടുന്ന സമയമാണ്, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ സംഭവിച്ചത്. അപ്പം അത് നമ്മളായിട്ട് തന്നെ സെൽഫായിട്ട് മനസ്സറിഞ്ഞ് മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതേ ഒരു അവസ്ഥ തന്നെ റിപ്പീറ്റായിട്ട് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടുന്ന കാര്യം പലർക്കും പലതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാത്തതായിട്ട് മുടങ്ങി കിടക്കുന്നുണ്ടോ? ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുടെ പഠിത്തം പാതി വഴിക്ക് വെച്ച് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി ഇപ്പോൾ വളരെയധികം പുറകിലേക്ക് നിൽക്കേണ്ടുന്ന ഒരു സമയമായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറോ സാമ്പത്തിക ഭദ്രതയോ ഒന്നും നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചൊരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടി ശ്രമിച്ചൊരു പേഴ്സൺ ആയിരിക്കാം. അതൊന്നും ചെയ്യാതെ അതെല്ലാം അവിടെ അലക്ഷ്യമായിട്ടുകൊണ്ട് ഫുൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ ഫുൾ എനർജി ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് അവർ മറന്നു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടത്ര നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹവും പരിഗണനയൊക്കെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ലൈഫിൽ ഉണ്ടാവാം. പക്ഷെ അവരെയൊന്നും നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യാതിരിക്കുന്നൊരവസ്ഥ. ചിലപ്പോൾ നമ്മളുടെ പേരൻസ് ആയിരിക്കാം, നമ്മളുടെ സഹോദരങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ അടുത്ത സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെയാവാം. അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് പോലും ഒഴിവാക്കി വെച്ചിട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് മേഖലയാണ് നിങ്ങളിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാതെ വിട്ട് കളഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്കൊരു പാളിച്ച പറ്റിയത് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. ആ ഒരു മാർഗത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് തരുന്ന ഒരു മെസ്സേജും. കാരണം ഒരുപാട് അഡിക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എനർജി ചിലവാക്കേണ്ടുന്ന ഒരു സമയമല്ല. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആങ്സൈറ്റി ആയിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടി മറന്നു പോവുക, ഇങ്ങനെയുള്ള ഒരു സ്റ്റെപ്പിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു പ്രോഗ്രസ്സിങ്ങും ഉണ്ടാവില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മറ്റെന്തോ ഒരു നിയോഗം കൂടി ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു കാര്യം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആവണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് കർമ്മ മേഖലകൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ എന്താണോ അവിടെ മിസ്സായിട്ടിരിക്കുന്നത്, ആ ഒരു ഭാഗം കൂടി ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു മാറ്റം സംഭവിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഉറക്കൊളിച്ചതുകൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞ് ബഹളം വെച്ചതുകൊണ്ടോ, ഭയങ്കരമായിട്ട് വിഷമിച്ചതുകൊണ്ടോ ഒന്നും സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വളരെ ആ ഒരു ചാരിയറ്റ് എനർജി നമുക്കിവിടെ കാണാം, ധീരമായിട്ട് മുന്നോട്ട് പോവാണ്. ആ ഒരു പോരാളിയുടെ ഒരു എനർജിയാണ്. എന്തൊക്കെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ അതെല്ലാം ഭേദിച്ച് മുന്നോട്ട് പോവാണ്, ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ഫോക്കസിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് മുന്നിലേക്ക് വരിക. വളരെ സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡ് വെച്ച് നമുക്ക് കഴിയുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം മിസ്സായി കിടക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ എനർജി ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഇടപെടൽ അവിടെ നടക്കാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡിവൈൻ ടൈമിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാം, ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ലാസ്റ്റ് കാർഡാണെന്നുണ്ടെങ്കിലും ആ ഒരു 2 ഓഫ് കപ്സിന് ശേഷം വന്നിരിക്കുന്നത് മജീഷ്യൻ എനർജി തന്നെയാണ്. അതായത് നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ആവും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പവറിലേക്ക് നിങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ മജീഷ്യൻ എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പർ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്പർ 1 കാർഡാണ്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ നേരിടുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. പക്ഷേ അതിന് നിങ്ങളും കൂടി വിചാരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു പവർ എന്താണ് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. ഒരുപക്ഷെ അതിനും കൂടി വേണ്ടി ആയിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു സമയം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഒക്കെ ചിലവാക്കിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് ലൈഫിൽ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും. അതിന് നിങ്ങളും കൂടി പ്രയത്നിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. കാരണം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നവർക്കുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മ മേഖല വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കാം. അപ്പോൾ അത് അവനവന് തന്നെ അറിയായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ എന്താണ് വിട്ടുപോയത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്, എവിടെയാണ് ഞാൻ ഇനി മുന്നിലേക്ക് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും സഞ്ചരിക്കുക. സക്സസ് നിങ്ങളുടെ പിന്നാലെ വരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ബ്ലെസ്സിങ്സോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. കാരണം നമുക്ക് ഇപ്പുറത്തെ ഒരു വിഷമമുണ്ടെന്ന് വിചാരിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ലൈഫിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതിനെപ്പോഴും നമ്മൾ യൂണിവേഴ്സിനോട് ആ ഒരു താങ്ക്സ് അറിയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രോങ് ബോണ്ടിങ് അതുപോലെ തന്നെ റീകൺസിലേഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.